വെൽക്കം ബാക്ക് ടു മൈ തോട്ട്സ് മൈ ലൈഫ്. ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ ഈ കഴിഞ്ഞ 9-ാം തീയതി ആയപ്പോൾ 1 മാസം തികഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ് ചെയ്യാൻ മാത്രമല്ല, എൻ്റെ വീഡിയോസ് എല്ലാം കാണുകയും വീഡിയോസ് എല്ലാം കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ധനത്തെക്കുറിച്ചാണ്, ഏറ്റവും വലിയ സമ്പാദ്യത്തെക്കുറിച്ചാണ്. എന്താണെന്നല്ലേ, അധികമൊന്നും തല പുകയ്ക്കേണ്ട ആരോഗ്യം. ശരിക്കും ചിന്തിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമ്പാദ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയല്ലേ? ജീവിതത്തിൽ എത്ര വലിയ വിജയങ്ങൾ കരസ്ഥമാക്കി എന്ന് പറഞ്ഞാലും ആരോഗ്യം എന്ന് പറയുന്ന ഒന്ന് നമുക്കില്ല എന്നുണ്ടെങ്കിൽ ആ വിജയത്തിനും വലിയ തിളക്കമൊന്നും കാണില്ല, യാതൊരു വിധത്തിലുള്ള സന്തോഷവും കാണില്ല. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 രീതിയിലാണ് ആളുകളുള്ളത്, ആളുകളുടെ അധ്വാനമുള്ളത്. അതായത് ചിലർ തൻ്റെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയും എല്ലാം കഷ്ടപ്പെട്ട് ശരീരം മെനക്കെടുത്തി അധ്വാനിക്കാറുണ്ട്. അവർ ചിന്തിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ആരും തനിക്കൊപ്പം കാണില്ല. ഇന്നത്തെ ലോകം അതാണ്, ഇന്നത്തെ സാഹചര്യം അതാണ്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ നല്ല രീതിയിൽ. ഇനി രണ്ടാമത്തെ ആളുകളുടെ കാര്യം പറയാം. അവർ ഈ ലോകത്തിൽ അങ്ങ് ഹൈ ലെവൽ എത്താൻ വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിലൊരു മുൻപേ ഒരു നല്ലൊരു സ്ഥാനം കിട്ടാൻ വേണ്ടി, തൻ്റെ കയ്യിൽ ഒരുപാട് പൈസ വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അധ്വാനിക്കുന്നവരാണ്. എങ്ങനെയുള്ള അധ്വാനം? ചിലപ്പോൾ അവരുടെ അധ്വാനം എന്ന് പറയുന്നത് തെറ്റായ മാർഗത്തിലൂടെയും ആവാം. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലൂടെ മാത്രം അധ്വാനിക്കുന്നവരാകാം. അങ്ങനെയുള്ള അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന ധനവും തെറ്റാണ്. ഈ 2 രീതിയിലുള്ള ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം, ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും, ശരീരം മെനക്കെടുത്തി അധ്വാനിച്ചാലും അല്ല തെറ്റായ രീതിയിൽ അധ്വാനിച്ചാലും ആരോഗ്യം നഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു മാറ്റമില്ല. പൊതുതരത്തിൽ പറഞ്ഞാൽ ആരോഗ്യം നഷ്ടപ്പെടുത്തിയുള്ള ധനസമ്പാദനം ഒരു നഷ്ടക്കച്ചവടം തന്നെയാണ്. അതവർ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല കേട്ടോ, ഇവിടെ നമ്മുടെ മാനസികാരോഗ്യവും കൂടെ ഇതിൽ പെടുന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആഹാരക്രമമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി വാരി വലിച്ച് ഫുഡ് കഴിക്കരുത്. അങ്ങനെ വാരി വലിച്ച് ഫുഡ് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാവും. അതുകൊണ്ട് നമുക്ക് എന്താണോ ആവശ്യം, നമ്മുടെ ശരീരത്തിന് എന്താണോ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അത് മാത്രമേ കഴിക്കാവൂ. അപ്പോൾ ഈ ആഹാരക്രമം കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് എക്സസൈസാണ്. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനെ മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല, നമ്മുടെ ആയുസ്സിനെയും വർദ്ധിപ്പിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടെൻഷനാണ്. ഇന്നത്തെ ലൈഫിൽ ടെൻഷൻ സ്വാഭാവികമാണ്. എങ്കിൽ പോലും മാക്സിമം ടെൻഷൻ കുറയ്ക്കാൻ ശ്രമിക്കാം. ഈ ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിൽ എങ്ങനെയൊക്കെയാലും നമുക്ക് ടെൻഷൻ വന്നു പോകും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി കുറച്ച് സമയം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോട് ഒക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുക, അവരുമായിട്ട് കളിതമാശകൾ പറയുക. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ടൈം ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എങ്കിൽ പോലും നമുക്ക് സമയം കണ്ടെത്തിക്കൊണ്ട് നമുക്കിഷ്ടപ്പെട്ട ഹോബീസുകൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ ബുക്ക് റീഡിങ് ആണെങ്കിലും, മ്യൂസിക് കേൾക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ പാട്ട് പാടുന്നതാണെങ്കിലും, അങ്ങനെ എന്താണെങ്കിലും അത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ ഗുണം ചെയ്യും. നമ്മുടെ മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, അധ്വാനവും അധ്യയനവും അതേപോലെ പ്രാർത്ഥനയുമാണ് ആരോഗ്യത്തിൻ്റെ താക്കോൽ എന്നുള്ളത്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അഭാവം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോടും ഈ വക കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒന്ന് അവരുടെ മൈൻഡിലും എന്താണ് നല്ലത് എന്താണ് ചീത്തത് എന്ന് ഒന്ന് വേർതിരിച്ച് അവർക്ക് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മയക്കുമരുന്ന്, കഞ്ചാവ് ഇതൊക്കെ എല്ലായിടവും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിൽ സ്വന്തം ആരോഗ്യത്തെ പോലും ശ്രദ്ധിക്കാതെ അശ്രദ്ധ മൂലം നടന്നിട്ടുള്ള ഒരുപാട് മഹാപ്രതിഭകൾ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ജോൺ കീറ്റ്സ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് കവി അത് ക്ഷയരോഗം മൂലം അദ്ദേഹത്തിൻ്റെ 26ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. അങ്ങനെ എത്രയോ മഹാപ്രതിഭകൾ നമ്മുടെയൊക്കെ കൺമുന്നിൽ ഇന്നും ഈ ഒരു കാലഘട്ടത്തിലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണ്ടത്തേനേക്കാളും കൂടുതൽ ഒരു അകാല മരണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അല്ലേ.
ഇന്നത്തെ ഈ ഫാസ്റ്റ് ഫുഡ് തന്നെയാണ് ഏറ്റവും വലിയ ദോഷകരം. നമ്മുടെ കുട്ടികളിൽ കാണപ്പെടുന്ന 2 നെഗറ്റീവ് സ്വഭാവങ്ങളാണ്. ഒന്ന് ഫാസ്റ്റ് ഫുഡിനോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം, രണ്ടാമത്തത് മൊബൈലിനോടുള്ള താല്പര്യം. എല്ലാം വേണം, പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് തന്നെ നിൽക്കണം. അതിനാദ്യം നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. മുതിർന്നവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ കുട്ടികളിലേക്ക് നമുക്ക് ആ ഒരു ശീലം വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം, ഏറ്റവും വലിയ സമ്പത്ത്. അത് നമ്മുടെ മക്കളിലും കൂടെ അത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അതിനാദ്യം നമ്മൾ സ്വയം നന്നാവണം. അപ്പോൾ എല്ലാവരും നല്ല ആരോഗ്യത്തോടുകൂടിയും നല്ല ഉന്മേഷത്തോടുകൂടിയും നല്ല ഉത്സാഹത്തോടുകൂടിയും ഇരിക്കട്ടെ. എല്ലാവരുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം. തരാം.